സാങ്കേതിക തകരാറിനെ തുടർന്ന് എമർജൻസി ലാൻഡിംഗ് നടത്തി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കഴിഞ്ഞ ഒരു മാസമായി തുടരുകയായിരുന്ന ബ്രിട്ടീഷ് സേനയുടെ F-35 യുദ്ധവിമാനം അങ്ങനെ ഒടുവിൽ തിരിച്ചുപോയി. വിമാനത്തിൻ്റെ തകരാർ ഒരുവിധം പരിഹരിച്ച് മലയാളികളുടെ ട്രോളുകളിൽ നിന്നും ജീവനും കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു ആ ബ്രിട്ടീഷ് F-35. തൊട്ടു പിന്നാലെ ഇന്ത്യൻ എയർബേസിൽ നിലം തൊട്ടത് അമേരിക്കയുടെ തന്നെ മറ്റൊരു കരുത്തനായ ഹെലികോപ്റ്റർ, ബോയിങ്ങിൻ്റെ അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്റർ. US-ഉമായുള്ള 5000 കോടി രൂപയുടെ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പാച്ചെ AH-64E 3 ഹെലികോപ്റ്ററുകൾ, അതും അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ ഹിൻഡൻ വ്യോമസേനാ താവളത്തിലേക്ക് ഇറങ്ങിയത്. ഇത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ആക്രമണശേഷി വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പാണ്. ജോധ്പൂരിലായിരിക്കും ഈ മൂന്നാമത്തെ അപ്പാച്ചെ സ്ക്വാഡ്രൺ ആരംഭിക്കുക. ശേഷിക്കുന്ന 3 അപ്പാച്ചെകൾ 2025 അവസാനത്തോടെ, ഈ വർഷം അവസാനത്തോടെ ലഭിക്കുമെന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. ഇന്ത്യൻ വ്യോമസേനയുടെ പത്താൻകോട്ടിലും ജോർഹട്ടിലും 2 അപ്പാച്ചെ സ്ക്വാഡുകൾ നിലവിൽ പ്രവർത്തന സജ്ജമാണ്. ഏതുതരം ആക്രമണം നേരിടാനും ഏത് പ്രതികൂല കാലാവസ്ഥയിലും ശത്രുവിൻ്റെ ആക്രമണങ്ങളെ തടയാനുമൊക്കെ കരുത്തുള്ളതാണ് അമേരിക്കൻ നിർമ്മിത ഈ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ. ബോയിങ്ങിൻ്റെ പ്രൊഡക്റ്റാണ് ഈ അപ്പാച്ചെ. 2 പൈലറ്റുമാരാകും ഈ ഹെലികോപ്റ്റർ പറത്തുക. പ്രധാനമായും US-സേന ഉപയോഗിക്കുന്ന അപ്പാച്ചെ AH-64 ഗ്രീസ്, ജപ്പാൻ, ഇസ്രായേൽ, നെതർലാൻഡ്സ്, സിംഗപ്പൂർ, UAE തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട ആക്രമണ ഹെലികോപ്റ്ററാണ്. എല്ലാ കാലാവസ്ഥയും ലക്ഷ്യം വയ്ക്കുന്ന ഹെൽഫെയർ മിസൈൽ അടക്കമുള്ള സംവിധാനങ്ങൾ, മികച്ച നാവിഗേഷൻ ഉപകരണങ്ങൾ, ഇങ്ങനെ സജ്ജീകരിക്കുന്ന ഈ ഹെലികോപ്റ്ററുകൾക്ക് ആക്രമണപരവും പ്രതിരോധപരവുമായ സൈനിക ആവശ്യങ്ങൾ എല്ലാം നിറവേറ്റാനാകും. ഒരു അപ്പാച്ചെ ഹെലികോപ്റ്ററിൽ 16 ഹെൽഫെയർ മിസൈൽ ഉണ്ടാകും, 76 റോക്കറ്റുകൾ, 1200 30mm ചെയിൻ ഗൺ റൗണ്ടുകൾ, ഇവയൊക്കെ വഹിക്കാൻ ശേഷിയുള്ളതാണ്. അതായത് ഒരു മിനിറ്റിൽ ശത്രുവിനെതിരെ 600 മുതൽ 680 വെടിയുണ്ടകൾ വരെ ഉതിർക്കാൻ ശേഷിയുള്ളതാണ് ഇതിലെ തോക്കുകൾ. കൃത്യമായ ആക്രമണശേഷി, പോരാട്ടശക്തി, നൈറ്റ് വിഷൻ, പിന്നെ നാവിഗേഷൻ സംവിധാനങ്ങൾ, ഇതെല്ലാം കൊണ്ട് അപ്പാച്ചെ AH-64 ഹെലികോപ്റ്ററുകൾ പേരെടുത്തതാണ്. 86 ഏപ്രിലാണ് US ആർമി ഇത് തങ്ങളുടെ സൈന്യത്തിലേക്ക് ഉൾപ്പെടുത്തിയത്. അങ്ങനെ ബോയിങ് ഡിഫൻസ് ആൻഡ് സ്പേസ് സെക്യൂരിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഹെലികോപ്റ്ററുകൾ US ആർമിക്ക് പുറമേ 18 അന്താരാഷ്ട്ര പങ്കാളികൾക്കും സഖ്യകക്ഷികൾക്കുമാണ് അമേരിക്ക കൈമാറിയത്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അപ്പാച്ചെ എന്ന പേരിൽ UK-യുടെ ലൈസൻസ് കീഴിലാണ് ഈ ഹെലികോപ്റ്ററുകൾക്ക് നിർമ്മിക്കുന്നതും. പനാമ, പേർഷ്യൻ ഗൾഫ്, കൊസോവോ, അഫ്ഗാനിസ്ഥാൻ, ഇറാഖ് ഇവിടങ്ങളിലെ സംഘർഷങ്ങളിലൊക്കെ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ US സേനയ്ക്കും ഈ മറ്റ് രാജ്യങ്ങളുടെ സൈന്യത്തിനുമൊക്കെ ഏറെ തുണയായിട്ടുമുണ്ട്. ലെബനനിലും ഗാസ മുനമ്പിലും ഇപ്പോൾ ഇസ്രായേൽ ഉപയോഗിക്കുന്നതും ഈ അപ്പാച്ച ഹെലികോപ്റ്ററുകളെയാണ്. 2001-ലും 2003-ലും ആരംഭിച്ച അഫ്ഗാനിലെയും ഇറാഖിലെയും യുദ്ധങ്ങളിലുമൊക്കെ അപ്പാച്ച ഹെലികോപ്റ്ററുകൾ നിർണായകമായ റോളാണ് കൈവരിച്ചത്. കരസേനയുമായി ഏകോപിപ്പിച്ച് സ്വതന്ത്രമായ വ്യോമ ആക്രമണങ്ങൾക്കാണ് ഈ ഹെലികോപ്റ്ററുകൾ ഏറെ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇന്ത്യയുടെ പടിഞ്ഞാറ് അതിർത്തിയിലെ സുരക്ഷാ ആശങ്കകളൊക്കെ പരിഹരിക്കാൻ ഇനി അപ്പാച്ചെ ഹെലികോപ്റ്റർക്ക് കഴിയും. പെട്ടെന്നുള്ള ആക്രമണവും ശത്രുവിനെ കണ്ടെത്താനുള്ള ശേഷിയുമൊക്കെ ഈ ഹെലികോപ്റ്ററുകളുടെ മറ്റൊരു മേന്മയാണ്. എന്തായാലും ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് വീണ്ടും ഉയരുകയാണ്. അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ അധികമായൊരു സ്ക്വാഡ്രൺ കൂടി ഇന്ത്യയിൽ രൂപീകരിക്കുന്നതോടെ ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ച് ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച